പെസഹക്കാലം 1-ാം വാരം ബുധൻ. തിരുവചനം. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറൂസലേമിൽ നിന്ന് ഏകദേശം 60 സ്ഥാലിയോൻ അകലെയുള്ള എമ്മാവുസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി. ലൂക്കയുടെ സുവിശേഷം 24-ാം അധ്യായം 13-15 തിരുവചനങ്ങൾ. 2 ശിഷ്യന്മാർ യാത്ര ചെയ്ത് എമ്മാവുസ് ഗ്രാമത്തിൽ എത്തിയപ്പോൾ കൂടെ വന്ന അപരിചിതനെ യാത്ര തുടരുവാൻ അവർ വിലക്കി. ഇനിയും രാത്രിയുള്ള യാത്ര അപകടകരമാണ്. അവർ പറഞ്ഞു, ഞങ്ങളോടുകൂടി താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. എന്നാൽ അപ്പം മുറിച്ചപ്പോൾ അവർ ഉത്ഥിതനായ യേശുവിനെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഇത് വലിയൊരു അത്ഭുതമാണ്. ഞങ്ങളോട് കൂടി നടന്ന അപരിചിതൻ ഉത്ഥിതനായ യേശുവാണ്. അപരിചിതൻ പഴയ നിയമത്തിലെ തിരുവചനങ്ങൾ പങ്കുവച്ചപ്പോൾ അവരുടെ ഹൃദയങ്ങൾ ജ്വലിച്ചു. ഇത്രയും വലിയ ഒരു സന്തോഷം അവർക്കിനി ഒളിച്ചു വയ്ക്കുവാൻ സാധിക്കുന്നില്ല. രാത്രിയും ഇരുട്ടും വഴിയിലെ അപകടങ്ങളും അവർക്ക് പ്രശ്നമല്ല. അവർ അപ്പോസ്തലന്മാരെ വിവരം അറിയിക്കുവാൻ ആ രാത്രി തന്നെ തിടുക്കത്തിൽ പോയി. രാത്രിയിൽ വേഗത്തിലുള്ള ജെറൂസലേം യാത്രയും ഉത്ഥിതനായ യേശു നൽകിയ ദൈവ അനുഭവവും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങൾ മാത്രം.